Sees Ministries. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் காட் ஹூ சீஸ் மினிஸ்ட்ரி சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே இந்த புதிய ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம், நிச்சயம் ஆசீர்வாதங்களை பெறுவோம். இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാഡ് ഹൂ സീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ തോമസ് സാർ, തന്നോടുകൂടെ ഈ മിനിസ്ട്രിയിൽ പങ്കാളികളാകുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 15-ാം അധ്യായം തുടങ്ങിയത് തന്നെ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ പിന്നിലത്തെ അധ്യായമായ 14-ാം അധ്യായം ഒരു യുദ്ധത്തിൻ്റെ അധ്യായമാണ്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനാകുന്ന ലോത്ത് സോദോമിൽ വസിക്കുമ്പോൾ 4 രാജാക്കന്മാർ സോദോമിനെ ആക്രമിക്കുകയും അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്തിനെയും അവൻ്റെ സകല സമ്പത്തുകളും കൊള്ളയടിക്കുകയും ലോത്തിനെയും സമ്പത്തുകളെയും
ആ സൊദോം നിവാസികളെയും ബന്ധിച്ചുകൊണ്ട് അടിമകൾ എന്നതുപോലെ കൊണ്ടുപോകുമ്പോൾ ഇതറിഞ്ഞ അബ്രഹാം അപ്പോൾ തന്നെ പുറപ്പെട്ട് തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി ആ രാജാക്കന്മാരെ പിന്തുടരുകയും അവരോട് യുദ്ധം ചെയ്ത് തൻ്റെ സഹോദരപുത്രനാകുന്ന ലോത്തിനെയും ലോത്തിനുള്ള സകലതും സൊദോമിനെയും രക്ഷിക്കുന്നത് നമുക്ക് 14-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. പെട്ടെന്നുണ്ടായ തൻ്റെ സഹോദരപുത്രനാകുന്ന ലോത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് മുമ്പും പിമ്പും നോക്കാതെ താൻ ആരോടാണ് പടവെട്ടുവാൻ പോകുന്നത് എന്നുള്ള ചിന്തയ്ക്ക് പോലും അവിടെ സമയം കൊടുക്കാതെ ആ കാലഘട്ടത്തിലെ അജയ്യ ശക്തികളായിരുന്ന 4 രാജാക്കന്മാരോട് അബ്രഹാം യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ അബ്രഹാം വിജയിക്കുകയും ആ ലോത്തിനെയും അവൻ്റെ സമ്പത്തുകളെയും മറ്റുള്ളവരെയും എല്ലാം രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അനന്തരമായി അബ്രഹാം തൻ്റെ ഭവനത്തിൽ, തൻ്റെ കൂടാരത്തിൽ കടന്നു വന്നിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭയം തന്നെ ഗ്രസിക്കുവാൻ, തന്നെ പിടിക്കുവാൻ ഇടയായി തീർന്നു. താൻ തോൽപ്പിച്ചത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അതിശക്തരായിരിക്കുന്ന 4 രാജാക്കന്മാരെയാണ്. അവരുടെ അംഗബലം വളരെ വലുതാണ്, അവരുടെ കഴിവുകൾ വളരെ വലുതാണ്. തൻ്റെ ഈ കൂടാരത്തിനുള്ളിൽ താൻ ഏകനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയും തനിക്കുള്ളതിനെയും നശിപ്പിക്കുവാൻ പൂർവാധികം ശക്തിയോടെ ഈ രാജാക്കന്മാർ മടങ്ങി വരുമെന്നുള്ള ആ ചിന്ത അബ്രഹാമിനെ ഒരു ഭയത്തിന് അടിമയാക്കി തീർക്കുവാനിടയായി തീർന്നു. ആ കൂടാരത്തിനുള്ളിൽ ഭയത്തിനടിമയായിരിക്കുമ്പോൾ തൻ്റെ വിളി കേട്ടുകൊണ്ട് കൽദയരുടെ ഊരിൽ നിന്നും ഇറങ്ങിത്തിരിച്ച താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയാണം ചെയ്ത തൻ്റെ ഭക്തനാകുന്ന അബ്രഹാമിൻ്റെ ഭയപ്പെടുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനം സ്വർഗത്തിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ സ്വർഗസ്ഥനാകുന്ന ദൈവം അവിടെ ഇരിക്കാതെ തൻ്റെ ഭക്തൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. എത്രയോ ആശ്വാസകരമായിരിക്കുന്ന വചനമാണ്. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, പ്രിയമുള്ള മാതാവേ, പ്രിയമുള്ള പിതാവേ, ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും നമ്മോട് ഒരുമിച്ച് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തിന് വേണ്ടിയുള്ളവനാണോ? ദൈവത്തിന് ശബ്ദം കേട്ടവനാണോ? നീ ഭയപ്പെടേണ്ട. നീ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണോ? ദൈവനാമത്തെ നീ സേവിക്കുന്നവനാണോ? ദൈവം എന്നെയും നിങ്ങളെയും കണ്ടതാണോ? നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അടിക്കടി ഭയത്തിനടിമയാക്കി തീർക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം ഞാൻ കൊണ്ട് നിന്നെ ഞാൻ താങ്ങും. ഇത്രയ്ക്കും ഉത്തരവാദിത്വത്തോടുകൂടി പറയുവാനായിട്ട് കഴിയുന്ന വേറെ ഒരാൾ ഇല്ല. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ആ ദൈവം തമ്പുരാനാണ് തൻ്റെ ഭക്തൻ്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. നീ ഇന്ന് ചിന്തിക്കുന്ന ഭയത്തെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ വെച്ച് തള്ളിക്കളയുന്ന ഒരു ദൈവമല്ലെന്ന്
നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇസ്രയേലിലെ രാജാവായിരുന്ന ആഹാവിൻ്റെ ഭാര്യ ഇസബേൽ ഒരിക്കൽ തൻ്റെ പ്രവാചകന്മാരെയും വിഗ്രഹ ആരാധനയെയും നശിപ്പിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയാൽ കർമ്മേൽ എന്ന പർവ്വതത്തിൽ സ്വർഗത്തിൽ നിന്നും യാഗത്തിന്മേലും യാഗപീഠത്തിന്മേലും ചുറ്റും അഗ്നി ഇറക്കി ദൈവത്തിന് മഹത്വകരമായിരിക്കുന്ന പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ ഏലിയാവ് എന്ന് പറയുന്ന അതിശക്തനാകുന്ന പ്രവാചകനോട് ഇസബേൽ എന്ന് പറയുന്ന ദുഷ്ടയായിരിക്കുന്ന സ്ത്രീ പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്റെ കഴുത്തിൽ തല കാണത്തില്ല എന്ന്. ആ വാക്ക് കേട്ടുകൊണ്ട് അതിശക്തനായിരിക്കുന്ന ഏലിയാവ് ഭയന്നോടി മരുഭൂമിയിൽ പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ അത്ര നല്ലവനൊന്നുമല്ല. അതായത് അതിശക്തമായ ഒരു ദൈവപ്രവൃത്തി നടന്നിട്ടും തൻ്റെ വാക്കിന് മുന്നിൽ ദൈവകൽപ്പനയാൽ 3 ആണ്ടും 6 മാസവും ആകാശത്തെ അടച്ചുകൊണ്ട് ദേശത്ത് മഴ പെയ്യിക്കാതിരുന്ന ശക്തനായിരിക്കുന്ന പ്രവാചകൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർമ്മേൽ പർവ്വതത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്ന ദൈവം ആരാണെന്ന് അഗ്നിയിൽ കൂടെ വെളിപ്പെടുത്തുവാൻ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ലഭിച്ച പ്രവാചകൻ ഒരു സ്ത്രീയുടെ വാക്കിന് മുന്നിൽ പതറി ഭയപ്പെട്ട് ഓടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. മരുഭൂമിയുടെ വരണ്ട അവസ്ഥകളിൽ ശൂന്യമാകുന്ന അന്തരീക്ഷ സാഹചര്യമുള്ളിടത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. കർത്താവ് ചോദിക്കുകയാണ്, നിനക്കെന്താണ് ഇവിടെ കാര്യം? നീ എന്തിനാണ് കിടന്ന് നിലവിളിക്കുന്നത്? ഇന്നീ വചനം കേൾക്കുമ്പോൾ പലതിൻ്റെയും മുന്നിൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാകാതെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് വിസ്മരിക്കപ്പെട്ടവരായി ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് നിലവിളിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുകയാണ്, നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞാൻ നിന്റെ ദൈവമാണോ? ഞാൻ നിന്നെ സഹായിക്കാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ ഒരു നാളും നിന്നെ നശിപ്പിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ദൈവം. രണ്ടാമത് അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പരിചയമാണ്. അബ്രഹാം ഭയത്തിനടിമയായി ഇരുന്നു കൊണ്ട് കൂടാരത്തിൽ എഴുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, എൻ്റെ കൂടെയുള്ള 318 അഭ്യാസികളെ കൊണ്ട് ഒരു ശക്തമാകുന്ന സൈന്യം എൻ്റെ നേരെ കടന്നു വരുമ്പോൾ ആ സൈന്യത്തെ പ്രതിരോധിക്കുവാനായിട്ട് കഴിയത്തില്ല. അതെ, കർത്താവ് പറയുകയാണ്, നിന്റെ സൈന്യത്തെ കൊണ്ട്, നിന്റെ അഭ്യാസികളെ കൊണ്ട് നിന്റെ കൂടാരത്തെ നിനക്കുള്ളതിനെയും സംരക്ഷിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ നിന്റെ പരിചയമായി നിനക്ക് സംരക്ഷകനായിട്ട് ഞാൻ എൻ്റെ സൈന്യത്തെ നിനക്ക് അയക്കുവാനിടയായിത്തീരും. അത് ഈ മാനുഷികമാകുന്ന സംരക്ഷണങ്ങളൊക്കെ അസ്ഥാനത്താകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് മാത്രമേ നമ്മെ നിലനിർത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നാം തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരണം. അബ്രഹാമിനോട് അവിടെ ശാലേം രാജാവായ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശാലേം രാജാവ് പറയുന്നുണ്ട്, 14-ാം അധ്യായം 20-ാമത്തെ വാക്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനാകുന്ന ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അബ്രഹാമിൻ്റെ കഴിവ് കൊണ്ടോ അബ്രഹാമിൻ്റെ 318 അഭ്യാസികളെ കൊണ്ടോ അല്ല ഈ 4 രാജാക്കന്മാരെ തോൽപ്പിച്ചത്. മറിച്ച് അത്യുന്നതൻ്റെ പുരോഹിതനായിരിക്കുന്ന മെൽക്കിസദേക്ക് പറയുന്നത്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനാകുന്ന ദൈവമാകുന്നു. ഇത് കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് സംരക്ഷണം നൽകുന്നത്, നമ്മെ നടത്തുന്നത്, നമ്മെ കാവൽ ചെയ്യുന്നത് നമ്മുടെ കഴിവോ ഒന്നുമല്ല. മറിച്ച് മൽക്കിസദേക്ക് പറയുന്നത് പോലെ അത്യുന്നതനാകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിന്റെ പരിചയമാകുന്നു. മൂന്നാമതായിട്ട് അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. സോദരൻ രാജാവ് പറഞ്ഞു, ആളുകളെ എനിക്ക് തരിക, സമ്പത്തെല്ലാം നീ കൊണ്ടുപോയിക്കൊള്ളുക. അവിടെ അബ്രഹാം പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഒരു ചെരുപ്പ് വാറ് പോലും വേണ്ട, എനിക്കൊന്നും നിൻ്റേത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
താൽക്കാലിക ലാഭത്തേക്കാൾ വരുവാനിരിക്കുന്ന നിത്യമഹത്വത്തെ അറിഞ്ഞ ദൈവം നൽകിയാലേ ഉള്ളൂ എന്നുള്ള ചിന്ത തൻ്റെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി കരുതിയ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ വാക്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവം തന്നാലേ ഉള്ളൂ, ദൈവം കരുതിയാലേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അതേ താൽക്കാലികമാകുന്ന നന്മയ്ക്ക് വേണ്ടി പല വഴികളെയും തിരഞ്ഞെടുക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഞാൻ തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അത് ദൈവനാമത്തിന് വേണ്ടി നിന്നാൽ ദൈവം ഒരു പ്രതിഫലം തരും നിശ്ചയം. ആ ദൈവം തരുന്ന പ്രതിഫലത്തെ എടുത്തു മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. സ്ഥായിയായി നിലനിൽക്കുന്ന ആ നല്ല പ്രതിഫലം തരുന്ന ഒരു കർത്താവിൻ്റെ മുന്നിൽ 3 കാര്യം പറഞ്ഞു. 1, നീ ഭയപ്പെടേണ്ട. 2, ഞാൻ നിൻ്റെ പരിചയമാണ്. 3, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനത്തിനു മുന്നിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. സർവശക്തനാകുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ആമേൻ. வியாதியின் மத்தியில் நீ எழும்பிடு என்றீரே, யெகோவா ராஃபா, என் சுகம் நீரே. கடந்த நாட்களில் என்னுடனே இருந்தீர், இன்றும் என் அருகில் என் கூடவே வந்தீர். கடந்த நாட்களில் என்னுடனே இருந்தீர்,
കന്മലയായി